നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. തിരുവേഗപ്പുറ വിളത്തൂരിൽ വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം. 3 വീടുകളിൽ നിന്നുമായി ഓട്ടുരുളികൾ ഉൾപ്പെടെയുള്ള പാത്രങ്ങളാണ് മോഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. തിരുവേഗപ്പുറ വിളത്തൂർ പള്ളിപ്പടിയിലാണ് വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടന്നത്. 3 വീടുകളിൽ നിന്നുമാണ് ഓട്ടുരുളികൾ ഉൾപ്പെടെയുള്ള വലിയ പാത്രങ്ങൾ മോഷ്ടിച്ചത്. വീടിനോട് ചേർന്നുള്ള ഷെഡിലും പുറത്തുമായി വച്ചിരുന്ന പാത്രങ്ങളാണ് മോഷണം പോയത്. രാവിലെയാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത്. അരങ്ങമ്പള്ളിയാലിൽ വിജയ, നെയ്ക്കാട്ടിൽ സുരേന്ദ്രൻ, തേക്കാട്ടിൽ അനിൽകുമാർ എന്നിവരുടെ വീടുകളിൽ നിന്നുമാണ് പാത്രങ്ങൾ മോഷ്ടിച്ചത്. 25 കിലോ വരുന്ന ചെമ്പ് പാത്രങ്ങൾ, 2 ഉരുളി, നിലവിളക്കുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് മോഷണം പോയത്. 2 മാസം മുമ്പ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലും പള്ളിയിലും ഭണ്ഡാരം പൊളിച്ച മോഷണം നടന്നിരുന്നു. ഇതിൻ്റെ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സമീപത്തെ വീടുകളിലും മോഷണം നടന്നിരിക്കുന്നത്. കാലത്താണ് ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യമായിട്ട് അനിയൻ ഇങ്ങനെ വന്ന് പറയാണ് ഇവിടെ ഇങ്ങനെ ഓടിൻ്റെ ചെമ്പ് കാണാനില്ല. അപ്പം ഞാനും ഇവിടെ വീട് പണിയൊക്കെ ആയിട്ട് വറക് വരയിൽ ഗ്രില്ലുള്ള വറക് വരയുണ്ട്, അതിലിട്ട് അടച്ച് ഉരുളി ഉണ്ടായിരുന്നു. അപ്പം ഞാനത് നോക്കിയപ്പോൾ അതിൽ ഉരുളിയും കാണാനില്ല. അപ്പോഴാണ് താഴത്തുനിന്നൊരു വീട്ടിൽ നിന്ന് വിവരം കിട്ടിയത്, അവിടെ ഇതുപോലൊരു വലിയ ചെമ്പ് കാണാതായിട്ടുണ്ട്. അങ്ങനെ 3 വീട്ടിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ കാണാതായത് അറിഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് പോയിട്ട് ഈ താഴത്ത് വീട്ടിൽ നിന്ന് ഒരു വലിയ ചെമ്പ്, വട്ടച്ചെമ്പ്, ഇവിടെ വേറെ വീട്ടിൽ അനിയൻ്റെ വീട്ടിൽ നിന്ന് വലിയൊരു വട്ടച്ചെമ്പ്, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഉരുളി, പിന്നെ ഒരു ചെറിയ ഉരുളി, ഒരു കോളാമ്പി, ഒരു നിലവാണ്. ഏകദേശം എല്ലാം കൂടി ഒരു 50,000 രൂപയുടെ സാധനം ഉണ്ടാവുന്നതാണ് കണക്ക്. പോലീസിൽ വിളിച്ച് അപ്പം തന്നെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കംപ്ലൈൻറ്റ് ചെയ്യാൻ അവിടെ ചെന്നിട്ട് രേഖാമൂലം കംപ്ലൈൻറ്റ് പരാതിപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഏരിയയിൽ ഇപ്പോൾ ഒരു 3 മാസം മുന്നേ ഒന്നിപ്പോൾ സംഭവിച്ചു. ഇവിടെ ചെറിയൊരു വീട്ടമ്പലത്തിൽ ഇതേപോലെ ഒരു ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് കുറച്ച് മോഷണം പോയി. ഒരു പള്ളിയിൽ അത് സംഭവിച്ചു. ഇത് 2ാമത്തെ 3 മാസം മുന്നേ ഇപ്പോൾ ഉണ്ടായത്. ഇതിപ്പോൾ 3ഓളം വീടുകളുണ്ട്. എന്നാൽ അറിയാൻ കഴിയും. ഇനിയിപ്പോൾ എത്ര വീട്ടിലുണ്ട് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ആരും ഇത് ശ്രദ്ധിക്കാത്ത വിഷയമാണ്. ചെമ്പും മാത്രമാകൊണ്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത വിഷയമാകൊണ്ട് അറിയാൻ കഴിയില്ല. എങ്കിലും പോലീസുകാരെ വിളിച്ച് നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, രാത്രി കാലങ്ങളിൽ പോലീസിൻ്റെ പെട്രോളിംഗ് ശക്തമാക്കണം എന്ന് പറയാനുള്ളത്. കാരണം അതിലൊരു ഉദാഹരണവും കൂടി ഉണ്ട്. കാരണം ഇതിൽ നമ്മളെ വലിയ കുളം, നക്കുളം, അവിടെ പുറത്തുനിന്നൊക്കെ ആളുകൾ വന്നിട്ട് മദ്യപിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. കാരണം നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊരു ബുദ്ധിമുട്ടാണ്. പോലീസിൻ്റെ ഭാഗത്ത് ഒരു ശ്രദ്ധ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കും.